ജെഎസ്എം ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചില ട്രാൻസ്ഫർ വാർത്തകളും കാര്യങ്ങളും ഒക്കെയാണ്. ജൂലിയൻ അൽവാരസ് അദ്ദേഹം സിറ്റി വിടുന്നതായിട്ട് ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു, എൻ്റെ സിറ്റിയിലെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ഒളിമ്പിക്സിന് ശേഷം ഒളിമ്പിക്സിൻ്റെ അർജന്റീൻ ടീമിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അതിനുശേഷം തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ്, പ്രീമിയർ ലീഗിലെ 2 ടീമുകൾ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ക്ലബ്ബുകൾ മത്സരിക്കുന്നു എന്ന ചില ഒഫീഷ്യൽ അല്ലാത്ത വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു ഫെഡറിക്കോ ചീസ. ഇറ്റാലിയൻ വിങ്ങറും യുവൻറ്റസിൻ്റെ വിങ്ങറുമായിട്ടുള്ള ഫെഡറിക്കോ ചീസയെ ഒപ്പിടാൻ അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ ടോട്ടൻഹാം ഹോട്ട്സ്പർ പോകുന്നു എന്ന് ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് നടക്കത്തില്ലെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. ഫാബിസോ റൊമാനെ പോലുള്ള മുൻനിര മാധ്യമപ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾഹാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലിലേക്ക് അവർ കടക്കാൻ പോവുകയാണ്. അതും ആഴ്സണലിൻ്റെ ഓൺ പ്രോഡക്റ്റായ അവരുടെ അക്കാദിക് പ്രോഡക്റ്റായ എമിൽ സ്മിത്ത് റോവിനെയാണ് അവർ സൈൻ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. കഴിഞ്ഞ EFLിലൊക്കെ അദ്ദേഹം ഒരു ക്ലബിന് വേണ്ടി അഡേഴ്സൺ ടൗൺ എന്ന ക്ലബിന് വേണ്ടി ലോണിലൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പോൾ അറിയുന്നത് ഫുൾഹാം അദ്ദേഹത്തെ റെക്കോർഡ് തുകയ്ക്ക് സൈൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഫാബിസോ റൊമാനെ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 27 മില്യൺ നിശ്ചിത ഫീയും ഒരു 7 മില്യൺ ആഡോണും ചേർത്താണ് 34 മില്യൻ്റെ ഡീലാണ് നടക്കാൻ പോകുന്നത്. അതും നടക്കട്ടെ. അതുപോലെ തന്നെ റിക്കാർഡോ കാലിഫിയോറോയെ ഒഫീഷ്യലായിട്ട് ആഴ്സണലിൽ അറിയിച്ചിരിക്കുന്നു സൈൻ ചെയ്ത വിവരം. അദ്ദേഹം ആഗ്രഹിച്ച ക്ലബ്ബിൽ തന്നെയാണ്. ആർട്ടറ്റ അതിനെപ്പറ്റി പറയുന്നത് മുൻനിര ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചത് ആഴ്സണലിന് വേണ്ടി കളിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ഡീല് പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം പ്രീ സീസണിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രണ്ട്ലി മാച്ചിൽ ലിവർപൂളുമായിട്ട് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് ഡാനി ഓൾമോ നീക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൻ്റെ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ബാഴ്സലോണയുടെ സാമ്പത്തിക പരിസ്ഥിതി തന്നെയാണ്. പക്ഷേ അവർ ടീമിൽ വരണം. എനിക്ക് നീക്കോ വില്യംസും യമാലും കളിക്കുന്നതൊന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ പഴയൊരു ബാഴ്സലോണ തിരിച്ചു വരുമെന്നുള്ളൊരു ചെറിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. പഴയ ഒരു എൽ ക്ലാസിക്കോ എനിക്ക് കാണണം, കട്ടയ്ക്കുള്ള എൽ ക്ലാസിക്കോ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. ഉടനെ തന്നെ അത് നടക്കട്ടെ. പെട്ടെന്ന് തന്നെ നമുക്കൊരു എൽ ക്ലാസിക്കോ കാണാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിച്ചു കൊള്ളുന്നു. സാവി സിമൻസ്, നെതർലൻഡ്സ് പ്ലെയറും PSG പ്ലെയറുമായിട്ടുള്ള സാവി സിമൻസ് PSG നിന്നും ലോണിലേക്ക് RB ലീപ്സിങ്ങിലേക്ക് പോയിരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഈ ട്രാൻസ്ഫർ വാർത്തകളും. ഇനി അടുത്ത ഫുട്ബോൾ വിശേഷങ്ങളും വാർത്തകളുമായി കാണുന്നവരേക്കും